ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ എന്താണ് ജെറണ്ട്, എന്താണ് ഇൻഫിനിറ്റീവ്. അതറിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. ജെറണ്ട് എന്ന് പറഞ്ഞാൽ ING ഫോം. ഇപ്പോൾ ഒരു വെർബിൻ്റെ കൂടെ ING ഫോം ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഒരു വെർബ് നൗൺ ആയിട്ട് ആക്ട് ചെയ്യുക, അങ്ങനെ ഒരു ING ഫോം വരുന്നതാണ് ജെറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഈറ്റിംഗ്, ഐ ആം ഈറ്റിംഗ്, ഈറ്റിംഗ്, വാക്കിംഗ്, റീഡിങ്. അതിനൊക്കെ ING ഫോം ലാസ്റ്റ് വന്നിട്ടുണ്ട് ആ വെർബിൻ്റെ കൂടെ. അതിനെ നമ്മൾ ഈ ജെറണ്ട് എന്ന് പറയും. ഇപ്പോൾ സിംഗിങ് ഈസ് ഫൺ, ഐ എൻജോയ് റീഡിങ്, ഷീ ഈസ് ഗുഡ് അറ്റ് ഡാൻസിങ്. അപ്പോൾ ആ ഒരു വെർബ് മാത്രമാണ്, അതിൻ്റെ കൂടെ ഒരു ING വന്നു. അപ്പോൾ അതിനെ നമ്മൾ ജെറണ്ട് എന്ന് പറയും. പിന്നെ ഇൻഫിനിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ആദ്യം വരും. അപ്പോൾ ഒരു വെർബിൻ്റെ ഫ്രണ്ടിൽ ടു വരും. ആ ടു വരുന്നതാണ് ഇൻഫിനിറ്റീവ്. ടു പ്ലസ് ബേസ് വെർബാണ് വരുന്നത്. അപ്പോൾ അത് ടു എപ്പോഴും വരുന്നത് ഐ വാണ്ട് ടു ടോക്ക്, ഐ വാണ്ട് ടു ഈറ്റ്, ഐ വാണ്ട് ടു വാക്ക്, ഐ വാണ്ട് ടു റീഡ്. അങ്ങനെ ആ ടു ഇൻഫിനിറ്റീവ് വരുന്നത് നമ്മൾ ഇൻഫിനിറ്റീവായിട്ട്, അതാണ് ഇൻഫിനിറ്റീവ്. പിന്നെ ഐ വെൻറ്റ് ടു ദ ഷോപ്പ് ടു ബൈ മിൽക്ക്, ഐ വാണ്ട് ടു സ്ലീപ്പ്, ഇറ്റ്സ് ഹാർഡ് ടു സ്റ്റഡി. അപ്പോൾ അതിനൊക്കെ ആ വെർബിന് മുമ്പിൽ നമ്മൾ എപ്പോഴും ടു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഇൻഫിനിറ്റീവ് ആയിട്ട് പറയും. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ജെറണ്ടിന് എപ്പോഴും ING ഫോം ഉണ്ടാവും, ഒരു വെർബിൻ്റെ കൂടെ എപ്പോഴും ING ഫോം, അതായത് റീഡിങ്, വാക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. ഇൻഫിനിറ്റീവിൽ എപ്പോഴും ടു ആയിരിക്കും, ടു വന്നിട്ടാണ് വെർബ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ജെറണ്ട് എന്താണ്, ഇൻഫിനിറ്റീവ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനി ഒത്തിരി എക്സാമ്പിളായിട്ട് ഞാൻ വേറെ ക്ലാസ്സിൽ ഞാൻ ഇത് തമ്മിൽ ശരിക്കും ഡിഫറൻസ് എങ്ങനെയാണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കി തരാൻ വേറെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.